ആഡംബര കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ ബലിയാടാക്കി കൗമാരക്കാരനെ രക്ഷിക്കാൻ ശ്രമം. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകട സമയത്ത് തങ്ങളുടെ ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പ്രതിയായ 17-കാരന്റെ കുടുംബം അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പൂനെ പോലീസ് മേധാവിയുടെ മൊഴി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ മദ്യപിച്ച് കാർ ഓടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ കുടുംബത്തിലെ ഡ്രൈവറെ കുറ്റക്കാരനാക്കി 17-കാരനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പുറത്തുവരുന്നത്. പൂനെയിലെ കല്യാണി നഗർ മേഖലയിൽ നടന്ന അപകടത്തിൽ 2 യുവ IT പ്രൊഫഷണലുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പ്രതിയായ 17-കാരൻ വാഹനം ഓടിച്ചിരുന്നില്ലെന്നും ഡ്രൈവറാണെന്നും കാണിക്കാൻ ശ്രമിച്ചവർക്കെതിരെ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുമെന്നും പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. इसके साथ साथ आई विटनेसेस की स्टेटमेंट भी हमारे पास है जो टेक्निकल एविडेंस को कोरोबोरेट करती है कि इसमें ड्राइवर ये एडल्ट ड्राइवर ये गाड़ी चला रहा था और ये आरोपी ये गाड़ी नहीं चला रहा था. इस तरह की बात सामने आ रही है. इंटरनल इंक्वायरी में कुछ लैप्सेस लोकल पुलिस स्टेशन के अधिकारी के बारे में आई है. അതേസമയം സംഭവത്തിലെ പ്രതിയായ കൗമാരക്കാരന് 15 ദിവസം സാമൂഹ്യ സേവനം ചെയ്യാനും ഒരു ഉപന്യാസം എഴുതാനും ആവശ്യപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സമീപനത്തെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി देवेंद्र फडणवीस कुठेपडती. त्यामुळे अतिशय कडक कारवाई या ठिकाणी झालेली आहे. पण प्रत्येक गोष्टीचं राजकीयकरण करणं असा हा जो उद्योग चाललेला आहे हा काही योग्य नाही आहे. കേസ് പുനഃപരിശോധിക്കുമെന്നും നീതി ലഭിക്കുന്നതിന് വേണ്ട നടപടികളെടുക്കുമെന്നും ഫഡ്നാവിസ് പറഞ്ഞു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്ര പോലീസ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.